അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പറയാനാണ്. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന, പള്ളി കയറുമ്പോഴുള്ള പ്രാർത്ഥന അല്ല, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അല്ലാഹുവേ ഞാൻ നിന്നോട് നിന്റെ ഫദ്ലിൽ നിന്നും തേടുന്നു. ഈ പ്രാർത്ഥന നമുക്ക് അധികം പേർക്കും അറിയാം, അധികം പേരും ചൊല്ലുന്നുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ അർത്ഥം അറിഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. നമ്മൾ ദുനിയാവിൽ നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ദുനിയാവിൽ ആഖിറത്തിലും ഉണ്ട്. ദുനിയാവിൽ നമുക്ക് തീർച്ചയായിട്ടും പലരും പലതരത്തിലുള്ള സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ടാവും, ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ആശ്വാസം ലഭിക്കാനും അള്ളാഹു നമുക്ക് തരുന്ന റിസ്കിൽ നമുക്ക് വിശാലത ഉണ്ടാകാനും നമ്മുടെ ബിസിനസ്സിലും കൃഷിയിലും മറ്റ് ഇടപാടുകളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടൊരു പ്രാർത്ഥന അള്ളാഹു നിന്റെ ഫദ്ൽ ഞങ്ങൾക്ക് തരണേ എന്നുള്ളത്. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് പോയി പുറത്തിറങ്ങുമ്പോൾ മനസ്സോടുകൂടി ഇതിൻ്റെ ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവേ നിന്റെ ഫദ്ൽ ഞങ്ങൾക്ക് തരണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയുടെ ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മൾ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് ശീലാക്കുക. പരമാവധി എല്ലാ ദിവസവും 5 വക്തും നമ്മൾ പള്ളിയിൽ പോവുക. പള്ളിയിൽ പോകുമ്പോഴും ചില പ്രാർത്ഥനയും അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹു നിന്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നുക എന്ന് പറയുന്നതിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു കിട്ടും. അത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ അത് സഹായമാകും. അതുപോലെ പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, നിന്റെ ഫദ്ൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്ന് പറയുമ്പോൾ ദുനിയാവിലും നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ടത് മാറും. ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള അവസരം നേടിയെടുക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിഷ്ഠയുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ, അബ്വാബ റഹ്മത്ത്, കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുറന്നു തരട്ടെ. അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സമൃദ്ധമായി അവൻ്റെ ഫദ്ൽ നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.